ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദരവ്, ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അവയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാനിവിടെ എഴുന്നേറ്റു നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നല്ലോ ഇബ്ലീസ്. അല്ലാഹു തആല അവനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചു. അതായിരുന്നു കാരണം. മാത്രമല്ല, അല്ലാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഇതിൽ വളരെ ഏറെ പാഠമുണ്ട് നമുക്ക്. അതായത്, അനുസരണം ഏറ്റവും അത്യാവശ്യമാണെന്നും അതിന് കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്തിലായാലും അവൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നുമാണ് ഈ സംഭവം നമ്മെ ഉണർത്തുന്നത്. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മുതിർന്നവർ തുടങ്ങിയ പലരോടും നാം മര്യാദ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയൂ. പലപ്പോഴും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെ അനുസരിക്കാതിരിക്കുകയും ഗുരുവര്യന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടുവരാറുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നു, അത്തരക്കാരായി നമ്മൾ ഒരിക്കലും മാറിക്കൂടാ. അത് നമ്മുടെ പരാജയത്തിന് തന്നെ കാരണമാകും. ഒരു മുസ്ലിം എന്ന നിലക്ക് നാം എപ്പോഴും മര്യാദ പാലിക്കുന്നവനും അച്ചടക്കമുള്ളവനുമായിരിക്കണം. അതാണ് നമ്മുടെ മതത്തിൻ്റെ നിർദ്ദേശം. അല്ലാതിരുന്നാൽ വഴിപിഴച്ചവനായി മാറും. ഇബ്ലീസിൻ്റെ പാഠം എപ്പോഴും നാം ഓർത്തുകൊണ്ടേയിരിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ രേഖപ്പെടുത്തുക. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.